ഐ പ്രസന്റ് യു. ഓർക്കടാ. വയനാട് ദുരന്തത്തിൽ കേരളം പകച്ചു നിൽക്കെ ദുരിതാശ്വാസ നിധി എന്ന ലേബലിൽ ബക്കറ്റ് പിരിവിന് ആഹ്വാനം ചെയ്ത പിണറായി വിജയനെ പൊളിച്ചടുക്കി ഹാഷ്മി താജ് ഇബ്രാഹിം. കഴിഞ്ഞ പ്രളയത്തിലും കോവിഡ് മഹാമാരിയുടെ സമയത്തുമെല്ലാം പിരിച്ചതും ജനങ്ങൾ മനസ്സെറിഞ്ഞു കൊടുത്തതുമെല്ലാം വകമാറ്റി ചിലവാക്കി സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കും സ്വൈര്യവിഹാരം നടത്താൻ കൊടുത്ത പിണറായി ഭരണത്തിന് നേരെ കാർക്കിച്ചു തുപ്പുകയായിരുന്നു ഹാഷ്മി തന്റെ വാക്കുകളിലൂടെ. அப்படி சொன்னா பத்தாது, கையால அடிச்சு சத்தியம் போடணும். கையால ஆமா. മൂന്നാഴ്ച ഇങ്ങോട്ട് വേണം. போதும் போதும் போதுം. 2018 പ്രളയകാലത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടിക പ്രകാരം 10,000-ലധികം കോടി സംഭാവന വന്നു എന്നാണ് കണക്ക്. പക്ഷേ ഔദ്യോഗിക അക്കൗണ്ടിലെത്തിയത് 4,970 കോടി രൂപ മാത്രം. ബാക്കി പണം എവിടേക്ക് എങ്ങനെ പോയി എന്ന ചോദ്യം മാത്രം ബാക്കിയാവുന്നു. കിട്ടിയ പണത്തിന്റെ വിശദ വിവരങ്ങൾ നിയമസഭയിലും വിവരാവകാശ നിയമപ്രകാരവും പലതവണ ആവശ്യപ്പെട്ടുവെങ്കിലും നൽകിയില്ല. കിട്ടിയ പണം ദുരിതാശ്വാസത്തിനല്ലാതെ ചിലവിട്ടതും വിവാദമായി. MLA-യുടെ കുടുംബത്തിന്റെ കടം വീട്ടാനും പാർട്ടി നേതാവിന്റെ കുടുംബത്തെ സഹായിക്കാനുമൊക്കെ പണം നൽകി. ഭക്ഷണമായും അവശ്യ വസ്തുക്കളായും എന്തിനേറെ ദുരന്ത ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലൂട്ടാൻ പോലും തയ്യാറായി മുന്നോട്ട് വരുന്ന നന്മയുള്ള മനുഷ്യരെ നാം ഇവിടെ കാണുന്നു. ഞാനൊരു വലിയ സംഭവമല്ലേ. CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നാൽ അതൊരു വെറും കോടികളുടെ പണത്തൂക്കമല്ല, അതൊരു നാടിന്റെ ഒന്നാകെയുള്ള വൈകാരിക സഞ്ചയമാണ്. 2 പ്രളയങ്ങളിൽ മഹാവ്യാധികളിൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തങ്ങളിൽ പിന്നിപ്പതറി നമ്മൾ നിന്നൊരു കെട്ടകാലത്ത് അപ്പോഴെങ്ങനാ ഒന്നിച്ചെങ്ങിറങ്ങുമല്ലേ എന്നൊരു ആർജവത്തിന് ഇന്നാട്ടിലെ അരപ്പട്ടണിക്കാരനടക്കം കൈയോട് കൈ ചേർത്ത് കൊടുത്തൊരു മറുപടിയുടെ പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. ആ പവിത്ര മൂലധനമാണ് ഒരു സംഘം അധമക്കൂട്ടം അള്ളി അണ്ണാക്കിൽ തള്ളിയത്. അത് പൊറുക്കാവതല്ല. ആ തട്ടിപ്പിനെ കുറിച്ച് കേൾക്കുമ്പോഴങ്ങ് ചത്താൽ മതി എന്ന് തോന്നുന്നു സാറേ എന്ന് ചങ്ക് കലക്കുന്നുണ്ട് കണ്ണൂർ ഒരു ജനാർദ്ദനൻ. വർഷങ്ങളോളം ബീഡി തെറുത്ത കൈകൊണ്ട് കൈവിറയ്ക്കാതെ കൊടുത്തത് ആകെ സമ്പാദ്യം 2 ലക്ഷം. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ഭർത്താവിനെ കൊണ്ട് വാടക വീട്ടിൽ കഴിയുന്ന അരപ്പട്ടണിക്കാർ സുബൈദ ആകെ വരുമാന മാർഗമായി ആടിനെ വിറ്റു കൊടുത്തു 5,510. വിഷുക്കൈനീട്ടം കിട്ടിയ പണമത്രയും കൊടുത്ത് മതിയാകാതെ ഓമനിച്ച് വളർത്തിയ പ്രാവിനെ ലേലത്തിൽ വെച്ചൊരു 11-കാരനുണ്ടങ്ങ് കണ്ണൂരിൽ. കുടുക്ക പൊട്ടിച്ച് തടുത്തുകൂട്ടിയ നാണയത്തൊട്ടുകൾ മോണകാട്ട് ചീയോടെ കൊടുത്ത കുരുന്നുകൾ പോലും പറ്റിക്കപ്പെട്ടുവെങ്കിൽ വഞ്ചിക്കപ്പെട്ടത് മുഖ്യമന്ത്രി അങ്ങയുടെ വാക്കു വിശ്വസിച്ചവരാണ്. ഏജന്റുമാരും ഇടനിലക്കാരും ഡോക്ടർമാരും ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു വൃത്തികെട്ട ദൂഷിത വലയം മൂക്കിന് താഴെ അധമശൃംഖലയായി കൊഴുത്തങ്ങനെ ചീർത്തപ്പോൾ മാത്രം അറിഞ്ഞുവെങ്കിൽ അതിനെ അക്ഷരം തെറ്റാതെ വിളിക്കണം ഭരണപരാജയം. ആ പവൻമാറ്റ് ജാഗ്രത കുറവിൽ പിണറായി വിജയന്റെ വാക്ക് കേട്ട് ആ ഫണ്ടിലേക്ക് കോടികൾ ഒഴുക്കിയ ഉദാരമതികളായ മനുഷ്യരോട് മുഖ്യമന്ത്രിയും സർക്കാരും പറയേണ്ടത് നിരുപാധിക മാപ്പാണല്ലാതെ പ്രതിപക്ഷ നേതാവിന്റെ ഏതോ കത്തെടുത്തു കാട്ടി പ്രതിരോധം തീർക്കലല്ല. കേരളം ഞെട്ടിയൊരു അടിമുടി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മാധ്യമങ്ങളിലൂടെ വിരട്ടലുമല്ല വേണ്ടത്, ആ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കലാണ്. 20 കോടി 12 ലക്ഷം രൂപയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പിൽ ഒരു ഗുമസ്തനെ മാത്രം വകുപ്പ് തല ബലി കൊടുത്തൊരു പോലെ ഉടായ്പ അന്വേഷണമാണെങ്കിൽ ഇനി ഒരു കുരുന്നും ഇവിടെ ഈ കുടുക്ക പൊട്ടിക്കില്ല. ആകാശം ഇടിഞ്ഞു വീണ് ഇടിനാശമെന്ന് കേട്ടാലും ഒരു സുബൈദയും ഇനി ആടിനെ വിൽക്കില്ല. പരമസാധു മനുഷ്യർക്ക് കിട്ടേണ്ട പണം കട്ട് നാക്കിൽ വെച്ചവർ കുറ്റബോധം കൊണ്ട് നീറിയത് സ്വമേധയാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ, അതിൽ നിന്ന് ഒരു വറ്റുപോലും ചോറുണ്ടിട്ടുണ്ടെങ്കിൽ ശരീരമാണെങ്കിൽ തൊണ്ടക്കുഴിയിൽ വെള്ളമിറങ്ങി മരിക്കില്ല. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ. പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.